കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ശ്രീമന്നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ 15-ാം ദശകത്തിൽ കപിലോപദേശം പാരായണം തുടരുന്നു. ശ്ലോകം 4. വിമലമതിർപാത്യൈർ ആസനാദിർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതനുവേലം കപിലതനുരതിത്വം ദേവഹൂത്യൈ നൃഗാദിഃ. യമനിയമാസനാദി അഷ്ടാംഗ യോഗങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വരുത്തി ഗരുഡാസനായിരിക്കുന്ന ഭഗവത് രൂപം സദാ ധ്യാനിക്കണമെന്ന് ഗുരുവായൂരപ്പ കപിലമൂർത്തിയായി അങ്ങ് ദേവഹൂതിയോട് അരുളി ചെയ്തു. 2-ാം ദശകം 1-2 ശ്ലോകങ്ങളിൽ ആ ധ്യാനമൂർത്തിരൂപം ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്. ഭാഗവതം 3ാം സ്കന്ധം 28-ാം അധ്യായത്തിൽ ഭഗവത് രൂപ വർണ്ണന ഭംഗിയായി ബോധിപ്പിക്കുന്നുണ്ട്. അതേ വർണ്ണനയാണ് ഇവിടെയും. ആ ഭഗവത് രൂപം സദാ ധ്യാനിച്ച് കഴിയുന്ന പുരുഷൻ മായയുടെ പിടിയിൽ നിന്ന് മോചിതനായി ഭഗവാനിൽ മാത്രം ആസക്തനായിത്തീരുന്നു. തന്മൂലം അന്ത്യകാലത്ത് മോക്ഷത്തിന് അധികാരിയായിത്തീരുന്നു. പിന്നെ അവന് ജന്മമുണ്ടാകുന്നില്ല. ശ്ലോകം 5. മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദ്യർ മയേസുരസരിത് ഓഗപ്രജ്ഞചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരതിത്വം ദേവഹൂത്യൈ നൃഗാദിഃ. എൻ്റെ ഗുണാഗണങ്ങളും ലീല അവതാര കഥകളും കേട്ട് നാമസങ്കീർത്തനാലപം ചെയ്തും എൻ്റെ രൂപം ധ്യാനം ചെയ്തും ഗംഗാപ്രവാഹം പോലെയുള്ള നിലയ്ക്കാത്ത ഭക്തി ഉണ്ടാകുന്നു. ആ ഭക്തിയാകട്ടെ മരണത്തെ ജയിക്കുന്നതാണെന്ന് കപിലമൂർത്തി അമ്മയോട് പറഞ്ഞു. നാമശ്രവണം, കീർത്തനം, ധ്യാനം, പൂജനം ആദി നവവിധ ഭക്തികളാണുള്ളത്. ആ ഭക്തി ഭഗവാനിലേക്ക് ഒഴുകി എത്തി നിൽക്കുന്നതാണ് പരമഭക്തി. ആ പരമഭക്തിയാണ് മനുഷ്യന് ലഭിക്കേണ്ടത്. ആ ഭക്തി ലഭിച്ചാൽ പിന്നെ ഒന്നും ലഭിക്കേണ്ടതായിട്ടില്ല. ഭക്തിയിൽ പരമില്ലൊരു സിദ്ധി മർത്തിനിയുലകിലൊരു ലബ്ധി. ആ ഭക്തിയാണ് മുക്തിക്കു കാരണമായി തീരുന്നത്. ശ്ലോകം 6. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനം മനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളേ വിശദിഃ ഗൃഹസക്തോ യാതനാമയ്യ ഭക്തഃ കപിലതനുരതിത്വം ദേവഹൂത്യൈ നൃഗാദിഃ. എന്നിൽ ഭക്തിയില്ലാത്ത അഭക്തൻ, അയ്യോ കഷ്ടം,
ദിവസം തോറും പലതരത്തിലുള്ള ഹിംസാദി ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പണം സമ്പാദിച്ച് കുടുംബം പുലർത്തിക്കൊണ്ട് സ്ത്രീജിതനായി കുട്ടികളെ ലാളിച്ച് ഗൃഹകാര്യങ്ങൾ നരകയാതന തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരുന്നുവെന്ന് കപിലമൂർത്തി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഭക്തിയുള്ളവൻ ഗൃഹധാരാദികളിലും ദുഷ്കർമ്മങ്ങളിൽ അകപ്പെടുന്നില്ല. അവൻ ഭഗവാനിൽ മനം വച്ച് കഴിയുന്നതിനാൽ ഗൃഹാസക്തി ഉണ്ടാകുന്നില്ല. അഭക്തൻ ഗൃഹാസക്തനായി ഹിംസാദികളിൽ മനം വയ്ക്കുന്നതിനാൽ സംസാരത്തിൽ ബന്ധിച്ച് വീണ്ടും വീണ്ടും ജന്മ മരണത്തിനടിമയായി ഭവസാഗരത്തിൽ കിടന്നുഴലുന്നു. അവന് മുക്തി ലഭിക്കുന്നില്ല. ഭക്തന് ഭഗവാനോടാണ് ആസക്തി, അതിനാൽ ഗൃഹാസക്തിയില്ല. ഹിംസാദികൾ ചെയ്യുന്നില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ ഭക്തി ഉറയ്ക്കുന്നു. ഭക്തൻ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. അഭക്തൻ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. ഭക്തൻ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, അഭക്തൻ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. പുണ്യപാപങ്ങൾ ചെയ്യുന്നവനും ജന്മമരണങ്ങളിൽപ്പെട്ട് കഴിയേണ്ടി വരുന്നു. അവൻ പുണ്യഫലമായി സ്വർഗത്തെത്തി തൽഫലമനുഭവിക്കുന്നു. പുണ്യമൊടുങ്ങുമ്പോൾ വീണ്ടും താഴെ പതിച്ച് പാപം ഭുജിക്കുന്നു. ഭക്തന് ഭക്തിയുടെ ഫലമായ മുക്തി ലഭിക്കുന്നു. നമസ്തേ. ശ്ലോകങ്ങൾ 7, 8, 9 തുടരും, 10 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ 15-ാം ദശകത്തിൽ കപിലോപദേശം തുടരും നാളെ. നമസ്തേ.